ഈ പാമ്പിനെ ചെല്ലുന്നവരെ നാട്ടിൽ ചെന്നാൽ നടുക്കഷ്ണം തന്നെ എന്ന് പറയില്ലേ, എന്ന് പറഞ്ഞ പോലെയാണ് ഇപ്പം നമ്മൾ വന്നത് മുംബൈയുടെ ഏറ്റവും ലോക്കൽ ഏരിയയായ മറ്റേ ഫിഷിംഗ് ഏരിയ ഉണ്ടല്ലോ, അതായത് അതിന് ഉള്ളിലാണ്, അതായത് ഔട്ട് ഓഫ് സിറ്റിയാണ്, ഭയങ്കരമായിട്ട് ഔട്ട് ഓഫ് സിറ്റിയാണ്. അതായത് ഒത്തിരി അവിടുന്ന് ഒരു 20-30 കിലോമീറ്റർ ഔട്ടറിൽ വന്നു. അടുക്കടുക്കായിട്ട് കൂട്ടിയിട്ടേക്കണുണ്ടോ ഫിഷിംഗ് ബോട്ട്സുകൾ. അവിടെ ഒരു ബ്യൂട്ടി ഉണ്ടോ? അങ്ങകലെ കാണുന്നതാണ് മുംബൈ സിറ്റി. നമ്മൾ ടൂർ വന്നാലും ടൂറിസ്റ്റുകൾ ആയിട്ട് വന്നാലും ബിസിനസ്സുകാരായിട്ട് വന്നാലും ഈ ഏരിയയിലൊക്കെ വന്ന് പറയാൻ ഇച്ചിരി പാടാണ്. കാരണം പല സ്ഥലങ്ങളിലും നമ്മൾ റിസ്ക് എടുത്ത് ഷൂട്ട് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും അതിഭീകരമായി റിസ്ക് എടുത്തിട്ട് വന്നിട്ടുണ്ട്. അതായത് ചിലയിടത്തൊക്കെ ഷൂട്ടിങ്ങിന് ഭയങ്കര പ്രശ്നമാണ്. ചിലർ സമ്മതിക്കും, ചിലർ സമ്മതിക്കില്ല. അപ്പോൾ ഒരു ഏരിയയിൽ പോയി ഷൂട്ട് ചെയ്തപ്പോൾ ഒരു വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു, ഒരു വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. പക്ഷെ നമ്മൾ വിട്ടില്ല. നമ്മൾ മിക്കവാറും നമ്മൾ ഔട്ടറിൽ നിന്ന് ഷൂട്ട് ചെയ്തത്, ഇന്നറിലല്ല. നല്ല ഭംഗിയല്ലേ? അതായത് ഭംഗി എന്ന് വെച്ചാൽ ഓരോ സ്ഥലത്തും ഓരോ ഭംഗിയാണ്. നമ്മൾ ചില സൈഡിൽ നമ്മൾ ചിലപ്പോൾ വിചാരിക്കും നമ്മൾ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ അത്രയും ഭംഗി വേറൊന്നും സ്ഥലത്തുണ്ടാവില്ല എന്നിരിക്കുന്നു. അതായത് ചില സ്ഥലത്ത് ഷൂട്ട് ചെയ്തിട്ടുണ്ടിരിക്കുമ്പോൾ പിന്നെ നമ്മൾ അവിടെ നിന്ന് മാറി വേറെ സ്ഥലത്തേക്ക് വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് അതൊന്നുമല്ലാന്ന്. ഇപ്പം നമ്മൾ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലാവുന്നത് ഇപ്പം നമ്മൾ ഇതുവരെ ഷൂട്ട് ചെയ്തൊന്നുമല്ല, ഇതാണ് ഭയങ്കര രസമുള്ള സ്ഥലം. അപ്പം അങ്ങനെ നമ്മൾ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും ഓരോ അനുഭവങ്ങളാണ്. അതിരസകരമായ ഭയങ്കര രസമുള്ള അനുഭവങ്ങളാണ്. പക്ഷേ നിങ്ങളെ കാണിച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പം ഞാൻ ഇത് കണ്ടു, എൻ്റെ മൈൻഡിൽ കയറി, എൻ്റെ കണ്ണുകൊണ്ട് ഇത് കണ്ടു, ഞാൻ പോന്നു. ഇത് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ ഇങ്ങനൊരു സ്ഥലം ഞാൻ സന്ദർശിച്ചു എന്ന് പറഞ്ഞാൽ? ये कौन सा शिप है? कौन सा शिप है? बोट है ना, वो बाहर का ना बड़ा वाला बोट है, वही भी बोट है. हाँ, माल बोट. സാധനങ്ങൾ കൊണ്ടുവരുന്ന ബോട്ടാണെന്നാണ് പറഞ്ഞത്. സാധനങ്ങൾ കൊണ്ടുവന്ന കണ്ടെയ്നേഴ്സൊന്നും അതിൻ്റെ താഴെ അതിൽ കാണുന്നില്ല. അതിൻ്റെ ഉള്ളിലൊരു ബോട്ട് കണ്ടോ? അല്ല, അത് മണ്ണ് മാന്തിയാണ് കേട്ടോ സാധനം. മണ്ണ് മാന്തിയാണ് അത്. കടലിൽ ആഴമുള്ള അതിൻ്റെ അപ്പുറത്തുള്ളത് എത്തിച്ച് പിടിക്കാൻ പറ്റുന്നില്ല, പക്ഷേ രസമാണ്.
വേണ്ട ഇതിൻ്റെ ഒരു മനോഹാരിത വേണ്ട ഈ ബോട്ടിൻ്റെ. അവിടെ ചെറിയ ഫിഷിംഗ് ഒക്കെ നടക്കുന്നുണ്ടെന്ന്. ഇല്ല, അവിടെ ഇട്ടിട്ട് അവർ വേറെ ബോട്ടിൽ ഇങ്ങനെ കരക്കി എത്തിയിട്ടുണ്ട്. ഇനി അവിടെ ഒരു ജങ്കാറ് പോലെ എന്തോ കിടപ്പുണ്ടേ. കടത്തുണ്ട്. കടത്തല്ല എന്ന് തോന്നുന്നല്ലേ, അത് ജങ്കാർ തന്നെ. ജങ്കാറാണ്. നമുക്ക് ഇതിൻ്റെ അല്ല ആ സൺസെറ്റിൻ്റെ ഒരു ഇത് കിട്ടുമെന്ന് നോക്കാം. നൈസ് അല്ലേ ഷോട്ട്? നൈസ് ഷോട്ടല്ലേ? അങ്ങടേക്ക് അധികം കാണിക്കാൻ പറ്റില്ല, കാരണം അവിടെ ആൾക്കാരും ലോക്കൽസൊക്കെ ഒത്തിരി ഇരിപ്പുണ്ട്. അവരെ ഷൂട്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് വലിയ പാടാവും. പിന്നെ നമ്മളവിടെ നിന്ന് ഊരി പോരാൻ ഇച്ചിരി പാട് വിടും. രസമല്ലേ? ഇവിടുന്ന് നോക്കുമ്പോൾ മുംബൈ സിറ്റിയുടെ ഒരു ഫീലാണ് കണ്ടത്. കുറച്ചൊരു വൈഡിൽ കണ്ടത്. ഇനി നമ്മളതിൻ്റെ അപ്പുറത്തേക്ക് ഒരു സ്ഥലമുണ്ട്. പിള്ളേർ പട്ടം പറപ്പിക്കുന്നതാണ് കാണുന്നത്. എൻ്റെ പുറകിൽ പിള്ളേർ പട്ടം പറപ്പിക്കുന്ന കാണുന്നത്. പറഞ്ഞിട്ട് കാര്യമില്ല, പച്ചത്തറി അടിച്ചുവിടുന്നത്. പക്ഷേ എന്ത് ചെയ്യാനാ? അപ്പോൾ ലോക്കൽസ് പിള്ളേരായതുകൊണ്ടേ അമ്മമാരെ അടിച്ച് പൊളിച്ചങ്ങ് നിൽക്കണം. ഒന്നും പറയാൻ പറ്റില്ല. നമ്മളതിൻ്റെ അടുത്തേക്കാണ് വന്നത്. മണ്ണുമാന്തി കപ്പലിൻ്റെ അടുത്തുള്ള ആ ബ്യൂട്ടിയാണത്. കപ്പലിങ്ങനെ കാണാൻ നല്ല രസമല്ലേ? കുറച്ച് നമ്മൾ അവിടെ പോയിരുന്നു, പക്കോട ആരാധനാലയം. നൈസല്ലേ? നൈസല്ലേ? ഇത്രയും ദൂരം ഇങ്ങോട്ട് വന്നത് വേറൊരു സാധനം കൂടി ഇവിടെ കാണാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസത്തിലാണ്. അപ്പം ആ വിശ്വാസം നമ്മളെ തെറ്റിക്കില്ല എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. പടിയൊക്കെ കയറാനുണ്ട് ഇവിടെ. ജങ്കാറിൻ്റെ ഒരു വരവ്. നല്ല പാട്ടൊക്കെ ഇട്ടിട്ടാണ് അവർ വന്നത്. നല്ല എൻട്രി അല്ലേ?
ഒരു രസം കാണിച്ചേട്ടെ. ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യണേക്കാ മുമ്പ് ഒരു ഇതുപോലൊരു മനോഹരമായ ഒരു സംഭവം വന്ന് കിട്ടിയാലാണ് മനസ്സിനൊരു സന്തോഷമുള്ളൂ. നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നു എന്നൊക്കെ പറയാനായിട്ടൊരു ഫീൽ വേണ്ടേ? ഇതപ്പുറത്തേക്ക് നോക്കി. അപ്പുറത്ത് ഇതുപോലെ തന്നെയാണ്. പക്കയല്ലേ? പക്ക. അപ്പോൾ വന്ന മോശമായില്ലോ. നല്ല പാടുണ്ട് ഇവിടെയൊക്കെ വന്ന് പെടാനായിട്ട്. ചില്ലറ പാടൊന്നുമല്ല. അതായത് വഴികൾ ശരിയില്ലാത്ത വഴികളുണ്ട്, കുറേ ചുറ്റാനുണ്ട്. പിന്നെ ഇതൊക്കെ അന്വേഷിച്ച് കണ്ടെത്തി ഇവിടേക്ക് വന്ന് പെടണ്ടേ. ഇതവിടെ കടലും കായലിൻ്റെയും കൂടി ചേരുന്ന ഒരു സ്ഥലമുണ്ട്. വേണ്ടോ? കടൽ തന്നെയാണ് ഇത്. കടലിങ്ങോട്ട് കയറിയിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. വേണ്ടോ? അപ്പോൾ നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് മൂവ് ചെയ്യാം. അപ്പോൾ ഈ ഡെസ്റ്റിനേഷനിലുള്ള എല്ലാ കാര്യങ്ങളും കണ്ടു. ഇപ്പോൾ നമ്മൾ ബോട്ട് കണ്ടു, മണ്ണ് മാന്തി കപ്പൽ കണ്ടു. ഇതിലൊക്കെ ഉപരി നല്ല മനോഹരമായ കുറച്ച് ദൃശ്യങ്ങൾ കണ്ടു. മനസ്സിന് സന്തോഷം തരുന്ന ഒരു നിമിഷങ്ങളാണ് ഇതൊക്കെ. നല്ല രസമുള്ള നിമിഷങ്ങൾ. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യുന്നു. ഓക്കേ, ബൈ.